കഴിഞ്ഞ ക്ലാസ്സിൽ മോൾ കൺസെപ്റ്റ് വെച്ച് തുടങ്ങിയായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ടോപ്പിക്കാണ് മോൾ ഫ്രാക്ഷൻ. അതിൻ്റെ തന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് മോൾ പെർസെൻറ്റേജ്. ഞാനൊരു ബൈനറി മിക്സർ എടുക്കുകയാണ്, ഒരു ബൈനറി മിക്സർ ഓഫ് എ ആൻഡ് ബി. ഇതിനതിൽ കമ്പോണൻറ്റ് എയുടെ നമ്പർ ഓഫ് മോൾസ് NA ആണ്, കമ്പോണൻറ്റ് ബിയുടെ നമ്പർ ഓഫ് മോൾസ് NB ആണ്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു number of moles of A divided by number of moles of A plus number of moles of B. വെച്ചാൽ എയുടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് മിക്സർ. ഞാൻ പറഞ്ഞു ഞാനൊരു ബൈനറി മിക്സറാണ് എടുത്തിരിക്കുന്നത്. ബൈനറി എന്ന് വെച്ചാൽ 2 കമ്പോണൻറ്റ്, അതിലൊരു കമ്പോണൻറ്റ് എ, ഒരു കമ്പോണൻറ്റ് ബി. അപ്പോൾ എയുടെ നമ്പർ ഓഫ് മോൾസ് NA, ബിയുടെ നമ്പർ ഓഫ് മോൾസ് NB. ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എയുടെ ഇൻഡിവിജ്വൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ദെൻ XB ആണെങ്കിൽ അതേപോലെ തന്നെ individual number of moles divided by total number of moles. Then ഇത് തന്നെ ഞാൻ മോൾ പെർസെൻറ്റേജ് ആക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എയുടെ കേസ് ആണെങ്കിൽ NA by NA plus NB into 100 മോൾ പെർസെൻറ്റേജ് ഓഫ് എ. ദെൻ മോൾ പെർസെൻറ്റേജ് ഓഫ് ബി ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 100. അപ്പോൾ ഇത് ന്യൂമറേറ്ററിൽ ഇൻഡിവിജ്വൽ, ഡിനോമിനേറ്ററിൽ ടോട്ടൽ എന്ന് വെച്ചാൽ എൻ്റെ മിക്സറിൽ എത്ര കമ്പോണൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ടോട്ടൽ എപ്പോഴും മോൾ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ 100 ആയിരിക്കും. അപ്പോൾ ഇത് 40% ആണെങ്കിൽ ബിയുടെ എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ 60% ആയിരിക്കും. എന്ന് വെച്ചാൽ മോൾ പെർസെൻറ്റേജ് ഓഫ് എ പ്ലസ് മോൾ പെർസെൻറ്റേജ് ഓഫ് ബി ഈക്വൽ ടു 100. ഈ കേസാണെങ്കിൽ ഇവിടെ ഫ്രാക്ഷനാണ്, അതുകൊണ്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് എ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈക്വൽ ടു 1 ആയിരിക്കും. സമ്മേഷൻ ഓഫ് I is equal to 1 to n xi equal to 1. ഫോർ എക്സാമ്പിൾ ഞാൻ 3 കമ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എയുടെ നമ്പർ ഓഫ് മോൾസ് NA, ബിയുടെ നമ്പർ ഓഫ് മോൾസ് NB, സിയുടെ നമ്പർ ഓഫ് മോൾസ് NC. മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്ന് വെച്ചാൽ എയുടെ നമ്പർ ഓഫ് മോൾസ്. ദെൻ ടോട്ടൽ എന്ന് പറയുമ്പോൾ NA പ്ലസ് NB പ്ലസ് NC. അപ്പോൾ കേസിൽ സിമിലർലി എന്തുണ്ടാവും മോൾ ഫ്രാക്ഷൻ ഓഫ് ബി NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB പ്ലസ് NC. ദെൻ XC ആണെങ്കിൽ NC ഡിവൈഡഡ് ബൈ NA പ്ലസ് NB പ്ലസ് NC. അപ്പോൾ എല്ലാത്തിൻ്റെ കേസിലും നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണ്, NA പ്ലസ് NB പ്ലസ് NC. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്മേഷൻ മോൾ ഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ 1 ആയിരിക്കും. ഈ കേസിൽ 3 കമ്പോണൻ്റ് ഉണ്ട്, അതുകൊണ്ട് XA പ്ലസ് XB പ്ലസ് XC ഈക്വൽ ടു 1. ഓക്കെ, മോൾ ഫ്രാക്ഷൻ വേറൊന്ന് മോൾ പെർസെൻറ്റേജ്. അപ്പോൾ ഈ കേസിൽ മോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മോൾ പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറയുമ്പോൾ ദിസ് വാല്യൂ ഇൻറ്റു 100, മോൾ പെർസെൻറ്റേജ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ഇത് ഇൻറ്റു 100, മോൾ പെർസെൻറ്റേജ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഇത് ഇൻറ്റു 100. സോ ടോട്ടൽ 100% ആയിരിക്കും. ദെൻ ഫ്രാക്ഷൻ്റെ കേസിലാണെങ്കിൽ ടോട്ടൽ എപ്പോഴും 1 ആയിരിക്കും. ദെൻ മോൾ ഫ്രാക്ഷൻ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരെണ്ണമാണ് മാസ് ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്. മോൾ ഫ്രാക്ഷൻ ഞാൻ X ആണ് കൊടുത്തത്, മാസ് ഫ്രാക്ഷൻ ഞാൻ ഒമേഗയാണ് കൊടുക്കുന്നത്. ചിലർ റോ ഉപയോഗിക്കാറുണ്ട്. റോ നമ്മൾ മെയിനായിട്ട് FEMൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഡെൻസിറ്റിക്കാണ് ഉപയോഗിക്കുക, അതുകൊണ്ട് ഞാൻ മാസ് ഫ്രാക്ഷൻ ഒമേഗ കൊടുത്തു. ദെൻ നേരത്തെ പോലെ തന്നെ ഒരു ബൈനറി മിക്സർ എ ഉണ്ട്, ബി ഉണ്ട്. അതിൽ നേരത്തെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആണ് പറഞ്ഞത്, അതിന് പകരം ഇവിടെ മാസ് ഓഫ് എ MA, മാസ് ഓഫ് ബി MB. അങ്ങനെയാണെങ്കിൽ മാസ് ഫ്രാക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് എയുടെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മിക്സറിൻ്റെ മാസ് MA പ്ലസ് MB. ഇതിന് അതേപോലെ തന്നെ മാസ് ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ MB ഡിവൈഡഡ് ബൈ MA പ്ലസ് MB. ഇനി 3 കമ്പോണൻറ്റ് സി ഉണ്ടെങ്കിൽ ഇവിടെ MC ഉണ്ടാവും, ഇവിടെ MC ഉണ്ടാവും. അപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ മാസ് ഫ്രാക്ഷൻ ഓഫ് സി ഈക്വൽ ടു MC ഡിവൈഡഡ് ബൈ MA പ്ലസ് MB പ്ലസ് MC. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കമ്പോണൻ്റ് ആണെങ്കിൽ അതിൻ്റെ മാസ് ഫ്രാക്ഷൻ സമ്മ് എന്തായിരിക്കും? 1 ആയിരിക്കും. 3 കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ സിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ സമ്മ് ചെയ്യുമ്പോൾ 1 ആയിരിക്കും. ഇനി ഇത് തന്നെ പെർസെൻറ്റേജിലേക്ക് ആക്കുന്നതാണ് മാസ്
നമ്മൾ നേരത്തെ മോൾ പെർസെൻറ്റേജ് പറഞ്ഞു. മോൾ പെർസെൻറ്റേജ് ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു 100. അതേപോലെ തന്നെയാണ് മാസ് പെർസെൻറ്റേജ്. മോളിന് പകരം മാസ് കൊടുക്കുക, മാസ് ഫ്രാക്ഷൻ ഇൻറ്റു 100. ഇനി ഇത് ചിലതിൽ നമ്മൾ വെയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വെയ്റ്റ് ഫ്രാക്ഷൻ രണ്ടും ഈക്വൽ തന്നെയാണ്. മാസ് ഫ്രാക്ഷൻ ആയാലും വെയ്റ്റ് ഫ്രാക്ഷൻ ആയാലും സെയിം തന്നെ. ചിലർ വെയ്റ്റ് പെർസെൻറ്റേജ് എന്നുള്ള ടേം യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വെയ്റ്റ് ഫ്രാക്ഷൻ ടേം യൂസ് ചെയ്യാറുണ്ട്. മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു മാസ് ഫ്രാക്ഷൻ ഇൻറ്റു 100. അത് തന്നെയാണ് വെയ്റ്റ് പറയുകയാണെങ്കിൽ വെയ്റ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു വെയ്റ്റ് ഫ്രാക്ഷൻ ഇൻറ്റു 100. ഇത് നമുക്ക് മോൾ ഫ്രാക്ഷനും മാസ് ഫ്രാക്ഷനും ഒരു എക്സാമ്പിൾ നോക്കാം. 32 ഗ്രാം ഓക്സിജൻ ആൻഡ് 14 ഗ്രാം ഹൈഡ്രജൻ. ഇതാണ് എൻ്റെ കമ്പോണൻസ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു എക്സാമ്പിൾ വേണ്ടി കാണിച്ചതാണ്. 32 ഗ്രാം ഓക്സിജൻ ആൻഡ് 14 ഗ്രാം ഹൈഡ്രജൻ. രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ നോക്കുകയാണെങ്കിൽ 32/32 1 മോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ. നമുക്ക് നേരത്തെ പഠിച്ചാണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. ഓക്സിജൻ ഡൈഅറ്റോമിക് ആയതുകൊണ്ട് 2 ഓക്സിജൻ്റെ, സോ 32/32 1 മോൾ. then അതേപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ 14/2 7 മോൾ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഹൈഡ്രജൻ്റെ കേസിൽ 7 ഉണ്ട്, ഓക്സിജൻ്റെ കേസിൽ 1, സോ ടോട്ടൽ 7/7 + 1. ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 7 + 1. എന്നുവെച്ചാൽ ഇത് 7/8 ഉണ്ടാവും, ഇത് 1/8 ഉണ്ടാവും. നോക്കി ആദ്യം രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ ആഡ് ചെയ്ത 1 + 7 8, 8/8 1 എന്ന് വെച്ചാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ 1. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ ഇപ്പോൾ 1/8 എടുക്കുകയാണെങ്കിൽ 1/4ൻ്റെ പകുതി ആയിരിക്കും എന്ന് പറയുമ്പോൾ 0.25ൻ്റെ പകുതി 0.125. അങ്ങനെയാണെങ്കിൽ ഇത് 1 - 0.125 ആയിരിക്കും എന്ന് പറഞ്ഞാൽ 0.875. ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1 കിട്ടും. ഇനി മാസ് ഫ്രാക്ഷൻ്റെ കേസിൽ ഞാൻ ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ 32 ഡിവൈഡഡ് ബൈ 32 + 14. അതിൽ തന്നിരിക്കുന്ന മാസ് തന്നെ ഇൻഡിവിജ്വൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 46 അല്ലേ. ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് മാസ് ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ 14 ഡിവൈഡഡ് ബൈ 46. സോ ഇത് 16/23 വരും, ഇത് 7/23 വരും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മാസ് ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ 7/23 അറൗണ്ട് 1/3 വരും. ഒരു 0.3 സംതിങ് 0.3 എടുത്തു. അങ്ങനെയാണെങ്കിൽ മാസ് ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എത്ര ഉണ്ടാവും? 0.7 ഉണ്ടാവും. അതായത് ടോട്ടൽ ആഡ് ചെയ്താൽ 1 കിട്ടണം. ഇതാണ് എൻ്റെ എയിം. അപ്പോൾ നോക്കിക്കുക, ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ, മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ, മാസ് ഫ്രാക്ഷൻ എടുക്കുമ്പോൾ രണ്ടും ഡിഫറൻ്റ് ആണ്. ഒന്ന് 0.3 ആണ്, ഒന്ന് 0.7 ആണ്. അതേപോലെ തന്നെ ഒന്ന് 0.875 ആണ്, വേറൊന്ന് 0.125 ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജനും അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജനും ഞാൻ റിസൾട്ട് കൺക്ലൂഡ് ചെയ്താണ്. അതായത് 32 ഗ്രാം ഓക്സിജനും 14 ഗ്രാം ഹൈഡ്രജനും എടുത്ത കേസിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ 0.875, മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ 0.125. ഇനി മാസ് ഫ്രാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് 0.304, ഇത് 0.696. അപ്പോൾ ഇനി ഇതിൽ ഞാനൊന്ന് കൺവേർട്ട് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ തന്നാൽ മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഈ കേസിൽ നമുക്കറിയാവുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ചെയ്താൽ എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ മാസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസിനെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 0.875നെ ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ കേസ് 0.875 × 2 പ്ലസ് 0.125 × ഓക്സിജൻ്റെ കേസ് 32. ഓക്കെ, അപ്പോൾ ഇത് 0.875 × 2 എന്ന് പറയുമ്പോൾ നമുക്ക് 16 1.75 ഉണ്ടാവും. ഡിവൈഡഡ് ബൈ 1.75 പ്ലസ് 4, സോ 1.75 ബൈ 5.75. നമുക്കറിയാം ഇതിൻ്റെ ഡബിൾ എടുക്കുകയാണെങ്കിൽ 3.5, ഒന്നും കൂടെ എടുക്കുകയാണെങ്കിൽ 5.25. ഏകദേശം 1/3ൻ്റെ അടുത്ത് തന്നെ ഈ ആൻസറിനെ കിട്ടും.
ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഓക്സിജൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സമയം കളയേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? 1 - മാസ് ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ചെയ്താൽ മതി. സോ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോൾ ഫ്രാക്ഷനെ ഏതാണ് കമ്പൗണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുക്കുക, ഡിവൈഡഡ് ബൈ ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ചെയ്യുന്നത് 0.875 × 2 പ്ലസ് ഇതിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 0.125 × അതിൻ്റെ മോളിക്കുലർ മാസ്. ഇത്രയും ചെയ്താൽ മതി. ഇനി തിരിച്ചാണെങ്കിൽ മാസ് ഫ്രാക്ഷൻ ഇങ്ങോട്ടേക്ക് മോൾ ഫ്രാക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ഓക്സിജൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാസ് ഫ്രാക്ഷൻ അറിയാം 0.696. അപ്പോൾ മോൾ ഫ്രാക്ഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ചെയ്യാം, ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ എന്ത് ചെയ്യണം? 0.696 ഡിവൈഡഡ് ബൈ 32. ഓക്സിജൻ്റെ കേസായി ഡിവൈഡഡ് ബൈ മൊത്തത്തിൽ വരണം എന്ന് വെച്ചാൽ ഓക്സിജനും വരണം, അഡീഷനായിട്ട് ആരും കൂടെ വരണം. ഹൈഡ്രജൻ്റെ കേസ് 0.304 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് ചെയ്താൽ അറൗണ്ട് 0.125 കിട്ടും. അപ്പോൾ ഈ ഒരു ഫോമിൽ തന്നെയാണ് ബേസിക്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പോൾ മാസ് ഫ്രാക്ഷൻ്റെ കേസാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ആക്കാൻ നേരത്തെ എന്ത് ചെയ്യാം? അതിൻ്റെ മോളിക്കുലർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇനി മോൾ ഫ്രാക്ഷനാണ് എനിക്ക് തന്നിട്ടുള്ളത്. മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ട കേസാണെങ്കിൽ ഇത് ഓർത്താൽ മതി. എന്ത് ചെയ്യുക? മോളിക്കുലർ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ബൈ ടോട്ടൽ ചെയ്യാം. ഓക്കെ, മാസ് ഫ്രാക്ഷൻ്റെ കേസാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മോൾ ഫ്രാക്ഷനെ നിങ്ങൾ അതിൻ്റെ മോളിക്കുലർ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഹൈഡ്രജൻ്റെ കേസും ഓക്സിജൻ്റെ കേസും ആയതുകൊണ്ട് ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് പ്ലസ് ഓക്സിജൻ്റെ മോളിക്കുലർ മാസിൻ്റെ കേസ്. ഓക്കെ, അതായത് മാസ് ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഇൻറ്റു മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ മോൾ ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഇൻറ്റു മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ. റെഡിയല്ലേ? ഇതേപോലെ തന്നെ മാസ് ഫ്രാക്ഷൻ തന്നിട്ട് മോൾ ഫ്രാക്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ എൻ്റെ മാസ് ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ, ദെൻ മാസ് ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ പ്ലസ് മാസ് ഫ്രാക്ഷൻ ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് ഹൈഡ്രജൻ. ഇതിപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് മാസ് ട്രാൻസ്ഫറിലെ ഡിസ്റ്റിലേഷനൊക്കെ മെറ്റീരിയൽ ബാലൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മാസ് ഫ്ലോ റേറ്റ് ആണ് തന്നതെങ്കിൽ മാസ് ഫ്രാക്ഷൻ എടുക്കേണ്ടി വരും, മോളാർ ഫ്ലോ റേറ്റ് ആണ് തന്നതെങ്കിൽ മോൾ ഫ്രാക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഇനി വേറെ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ മെക്കാബെത്തിയലി മെത്തേഡ് വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് സ്റ്റേജ് കണ്ടുപിടിക്കേണ്ട കേസാണെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷനാണ് ആവശ്യം വരിക. പക്ഷേ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലോ പാരാമീറ്ററും അതിൻ്റെ ഡയമീറ്റർ കാൽക്കുലേഷനൊക്കെ വരുമ്പോൾ നമുക്ക് മാസ് ഫ്ലോ റേറ്റാണ് ആവശ്യം വരിക, അപ്പോൾ മാസ് ഫ്രാക്ഷൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ എന്ന് അറിഞ്ഞിരിക്കണം. മാസ് ഫ്രാക്ഷൻ തന്നാൽ എങ്ങനെ മോൾ ഫ്രാക്ഷൻ ആക്കാം, മോൾ ഫ്രാക്ഷൻ തന്നാൽ എങ്ങനെ മാസ് ഫ്രാക്ഷൻ ആക്കാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത്, ഞാനിവിടെ ഓക്സിജനും ഹൈഡ്രജനാണ് എക്സാമ്പിൾ എടുത്ത്. നിങ്ങൾക്ക് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ കേസ് ഇത്ര ഗ്രാം സോഡിയം ക്ലോറൈഡ് ഇത്ര ഗ്രാം വാട്ടർ തന്നെ കമ്പൈൻ ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാകും. അപ്പോൾ മാസ് ഫ്രാക്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് കണ്ടുപിടിക്കുക, ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാസ് ഫ്രാക്ഷൻ മോൾ ഫ്രാക്ഷൻ ആക്കാനും അതേപോലെ മോൾ ഫ്രാക്ഷൻ മാസ് ഫ്രാക്ഷൻ ആക്കാനും. ഓക്കെ, ഇതിനടുത്ത ക്ലാസ്സിൽ നമുക്ക് അവറേജ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാമെന്ന് പഠിക്കാം.